നിക്ഷേപ സംഗമത്തിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ തടസ്സപ്പെടുത്തിയെന്ന ആരോപണം. പഴവർഗ്ഗങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഏതൻ എന്ന കമ്പനിയിലാണ് പ്രതിഷേധവുമായി INTUC പ്രവർത്തകരെത്തിയത്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. അമൽ, എന്താണ് അവിടെ സംഭവിച്ചത്? എന്തിനാണ് അവിടെ INTUC പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്? വിജയകുമാർ, കേരളം വ്യവസായ സൗഹൃദമാണ്, നിക്ഷേപ സൗഹൃദമാണ് എന്നൊക്കെ നമ്മുടെ ഭരണാധികാരികൾ നിരന്തരം പറയുമ്പോൾ തന്നെയാണ് ഒരു വശത്തുകൂടി തൊഴിലാളി യൂണിയനുകളുടെ പേരിൽ നടക്കുന്ന അതിക്രമങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായിട്ട് ബോംബെയിലും ചെന്നൈയിലും മറ്റും നിക്ഷേപങ്ങൾ നടത്തി, അല്ലെങ്കിൽ അവിടെ തങ്ങളുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾ നടന്നുകൊണ്ടിരിക്കെ കേരളത്തിലേക്ക് അവിടെ നിന്ന് പറിച്ചു നട്ടപ്പെട്ട ഒരു കമ്പനിക്കാണ് 2 മാസം മുൻപ് കേരളത്തിലെത്തിയ ഒരു കമ്പനിക്കാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം INTUC ഭാഗമായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് തങ്ങളുടെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഫ്രൂട്ട്സിന്റെ ഇറക്കുമതിയും കയറ്റുമതിയും നടത്തുന്ന ഈ കമ്പനിയിൽ INTUC പ്രവർത്തകർ നാളുകളായിട്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി എത്തുന്നുണ്ട്. ഇത് കമ്പനിയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്നാണ് കമ്പനിയുടെ അധികാരികൾ പറയുന്നത്. നമുക്കിപ്പോൾ ഇന്നുണ്ടായ പ്രതിഷേധത്തെക്കുറിച്ച് അവരോട് തന്നെ ചോദിക്കാം. എന്താണ് ഇന്ന് സംഭവിച്ചത്? എപ്പോഴായിരുന്നു പ്രതിഷേധക്കാർ എത്തിയത്? എന്തിന്റെ പേരിലായിരുന്നു പ്രതിഷേധം? അതായത് ഇപ്പൊ നമ്മൾ തുടങ്ങി ആദ്യത്തെ കണ്ടെയ്നർ ഇപ്പോ ഇറക്കുമതി ചെയ്യുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ അവർ വന്നിട്ട് അവരുടെ ഡിമാൻഡുകളൊക്കെ ഉന്നയിച്ചു. പക്ഷെ നമുക്ക് ഓൾറെഡി ഇതിന്റെ എഗൻസ്റ്റ് കോർട്ട് ഓർഡർ എടുത്തിട്ടുണ്ട്. ആ കോർട്ട് ഓർഡറിന് എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് വളരെ ശാന്തമായി നമ്മൾ അവരെടുത്ത് പറഞ്ഞു ബോധിപ്പിച്ചിരുന്നതാണ്. എന്താണ് കോർട്ട് ഓർഡർ? എന്താണ് അതിന്റെ ഒരു വിഷയം? കോർട്ട് ഓർഡറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഈ സ്ഥാപനത്തിൽ മാൻ പവർ അധികം ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി ഈ ഒരു ഓപ്പറേഷൻ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹൈലി മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോർക്ക് ലിഫ്റ്റും നമുക്ക് നമ്മുടെ വെയർഹൌസ് ഒക്കെ സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ടെക്നോളജിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് കാരണം ഒരു മാനുവൽ ഇന്റർഫിയറൻസിന്റെ ആവശ്യമില്ലാത്തതിനാൽ ആണ് അവർക്ക് ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുള്ള രീതിക്ക് നമ്മൾ അവരെ പറഞ്ഞു ധരിപ്പിച്ചു. അവർ വന്ന് കണ്ട് അവർക്ക് ബോധ്യപ്പെട്ടതുമാണ്. പക്ഷെ ഇത് നിരന്തരം അവർ വീണ്ടും നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോകുമ്പോൾ നമുക്കത് വളരെ ക്ഷീണം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്? നമുക്ക് എല്ലാത്തരം എക്സോട്ടിക് ഫ്രൂട്ട്സും ഉണ്ട്. എല്ലാം പ്രീമിയം വെറൈറ്റി എക്സോട്ടിക് ഫ്രൂട്ട്സ് ഉണ്ട്. ആപ്പിൾ, അവക്കാഡോ, ഗ്രേപ്സ്, പെയർ, ടാഞ്ചറിൻ, എല്ലാത്തരം എക്സോട്ടിക് ഫ്രൂട്ട്സ്. വേറെ ഏതെങ്കിലും യൂണിയനുകളുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ഉണ്ടായിരുന്നു? ഇല്ല. ഇത്രയും നാളുകളിൽ നമുക്ക് ആകെ കൂടെ അവരുടെ സൈഡിൽ നിന്ന് മാത്രമേ ഒരു പ്രതിഷേധം ഉണ്ടായുള്ളൂ. ഇന്ന് ഏതായാലും INTUC ഇവിടെ പ്രതിഷേധം നടത്തി. ഈ കമ്പനിയുടെ പുറത്ത് കൊടി കെട്ടിയത് പിന്നീട് പോലീസ് എത്തിയാണ് INTUC പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് മാറ്റുന്ന സ്ഥിതി ഉണ്ടായത്. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവം കേരളത്തിൽ ആവർത്തിക്കുന്നത് ഒരു ദുർവിധിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. വിജയകുമാർ, പഴവർഗ്ഗങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഏതൻ എന്ന കമ്പനിയിലാണ് ഈ INTUC പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് അവിടെ നിന്ന്.